Hello everyone, welcome to my classes. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ UGC നെറ്റ് പേപ്പർ 1 250 BYQ സീരീസിൻ്റെ ഭാഗമായിട്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റഡ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ 2024 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് നടന്നിട്ടുള്ള UGC നെറ്റ് എക്സാമിന് പല ഷിഫ്റ്റുകളിലായി ചോദിച്ചിട്ടുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, to teach a particular topic, a teacher first gives the students to watch the pre-recorded video of the lecture at home and then engages the student in discussion and problem-solving activities in the class. This is an example of option A, lecture demonstration, B, flipped classroom, C, asynchronous learning, and D, synchronous learning. അപ്പോൾ ഇതിലിപ്പോൾ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ശരിയായിട്ടുള്ളൊരു ക്ലാസ് റൂം നമ്മൾ ട്രഡീഷണലി ഫോളോ ചെയ്ത് വരുന്നൊരു ക്ലാസ് റൂം സെറ്റപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതായത് നമ്മൾ ക്ലാസ്സിൽ ചെല്ലുന്ന ടൈമിൽ ടീച്ചർ ഒരു പെർട്ടിക്കുലർ അന്ന് പഠിപ്പിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റിയിട്ട് ടീച്ചർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും അല്ലേ, അതിൻ്റെ എക്സാമ്പിൾസും എന്താ പറയുക ഡെമോൺസ്ട്രേഷൻ എല്ലാം കാണിച്ചു തരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്കത് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും ഹോംവർക്ക് ആയിട്ട് അതും തരുന്നുണ്ടാവും. നമ്മൾ വീട്ടിൽ ചെന്നാൽ അത് ചെയ്യും, അങ്ങനെയാണ് ചെയ്യുക അല്ലേ. അതായിരുന്നു പണ്ട് മുതൽ ഫോളോ ചെയ്ത് വന്നിരുന്ന ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ടീച്ചേഴ്സ് ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ടീച്ചേഴ്സ് പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് എന്ത് ചെയ്യും, വീട്ടിലേക്ക് സെൻഡ് ചെയ്ത് തരും. നമ്മൾ വീട്ടിലിരുന്നുകൊണ്ടാണ് ലെക്ചർ കാണുന്നത്. അതിനുശേഷം ക്ലാസ് റൂമിൽ വന്നിട്ട് നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഡൗട്ട്സ് സോൾവ് ചെയ്യുക, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസ്കഷൻസ് നടത്തുക, അതുപോലെ പ്രോബ്ലം സോൾവിങ് ആക്ടിവിറ്റീസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളാണ് ക്ലാസ് റൂമിൽ വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്ലാസ് റൂം സെറ്റപ്പിന് എന്താണ് പറയുക എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്ന ഫസ്റ്റ് വൺ ലെക്ചർ ഡെമോൺസ്ട്രേഷൻ, അതാണ് നമ്മൾ സാധാരണ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ബി എന്ന് പറയുന്നത് ഫ്ലിപ്പ് ക്ലാസ് റൂം ആണ്, സി എന്ന് പറയുന്നത് അസിൻക്രണസ് ലേണിംഗ്, ആൻഡ് ഡി എന്ന് പറയുന്നത് സിൻക്രണസ് ലേണിംഗ്. ഏതാ ആൻസർ വരിക? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഫ്ലിപ്പ് ക്ലാസ് റൂം ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്ലിപ്പ് ക്ലാസ് റൂം സെറ്റപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഫ്ലിപ്പ് ക്ലാസ് റൂം എന്നുള്ളതിനെ പറ്റിയിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അതായത് UGC നെറ്റ് പേപ്പർ 1 എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, അതൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ടോപ്പിക്കുകൾ അതിൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ അതാണ് ഫ്ലിപ്പ് ക്ലാസ് റൂം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ഇതിൽ 2 ഓപ്ഷൻ വന്നിട്ടുണ്ടല്ലോ, സിൻക്രണസ് ലേണിംഗ് ആൻഡ് അസിൻക്രണസ് ലേണിംഗ്. അതെന്താണെന്ന് കൂടി ഒന്ന് നോക്കാം. സോ സിൻക്രണസ് ലേണിംഗ് എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ക്ലാസ് റൂമിൽ ഫോളോ ചെയ്യുന്ന രീതി, അതായത് നമ്മൾ ചിലപ്പോൾ അത് നേരിട്ടിട്ടുള്ള ക്ലാസ് റൂം സെറ്റപ്പ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ് റൂം ആ ഒരു ടൈപ്പ് ആയിരിക്കാം, വെർച്വൽ ഫിസിക്കൽ ഒക്കെ ആ ഒരു ടൈപ്പ് ആയിരിക്കും. അതായത് എന്താണ്, ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന ടൈമിൽ അതേ ടൈമിൽ സ്റ്റുഡൻസ് അവിടെ അവൈലബിൾ ആണ്. അതായത് ടീച്ചർ ക്ലാസ് എടുക്കുന്നു, സ്റ്റുഡൻസ് അത് കേൾക്കുന്നു, ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യുന്നു. ആ ഒരു സെയിം ടൈമിൽ വെർച്വലായിട്ട് അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് ആ ഒരു എന്താ പറയുക, ടീച്ചർ ക്ലാസ് എടുക്കുന്ന ആ ഒരു ടൈമിൽ സ്റ്റുഡൻസ് അവൈലബിൾ ആണ്. ഓക്കെ, റിയൽ ടൈമിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു രീതിയാണ് സിൻക്രണസ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സ്കൂളുകളിൽ പോയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ല, ആ ഒരു രീതി ആയിരിക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് ഇപ്പോൾ സൂമിലോ അല്ലെങ്കിൽ ഗൂഗിൾ ക്ലാസ് റൂമിലൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ല, ആ ഒരു രീതി ആയിരിക്കാം. ഇതെല്ലാം സിൻക്രണസ് ലേണിംഗിൽ വരുന്നതാണ്. അപ്പോൾ ഈ സിൻക്രണസ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ഇതിനോട് മാച്ച് ചെയ്തിട്ട് തന്നെ വരുന്ന വേറൊരു ടേമാണ് സിൻക്രണസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ടൈമിൽ, ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ടൈമിൽ ആ സെയിം ടൈമിൽ തന്നെ എന്താ പറയുക, റിസീവറും അവൈലബിൾ ആണ് ആ ഒരു സെയിം ടൈമിൽ തന്നെ. ഓക്കെ, അങ്ങനത്തെ ആ ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ സിൻക്രണസ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയാച്ചാൽ വീഡിയോ കോൺഫറൻസിങ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഗൂഗിൾ മീറ്റിലൊക്കെ നടക്കുന്ന ക്ലാസ് റൂം ആ ഒരു രീതികളൊക്കെ ഇല്ലേ, അതൊക്കെ സിൻക്രണസ് ലേണിങ്ങിന് അല്ലെങ്കിൽ സിൻക്രണസ് കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിളാണ്. ഇനി അസിൻക്രണസ് ലേണിംഗ് അല്ലെങ്കിൽ അസിൻക്രണസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ടൈമിൽ എന്താ പറയുക, സെൻഡർ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്ന ടൈമിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്ലാസ് റൂം രീതിയിൽ നോക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർ ക്ലാസ് എടുക്കുന്ന ആ ഒരു ടൈമിൽ സ്റ്റുഡൻറ്റ് അവിടെ അവൈലബിൾ അല്ല. അതായത് റെക്കോർഡഡ് ക്ലാസ് റൂംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ, ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൽ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ അവൈലബിൾ അല്ലല്ലോ. ഞാൻ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വേറൊരു ദിവസമായിരിക്കും ചിലപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് വേറൊരു ദിവസമായിരിക്കാം അല്ലേ. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ചല്ല നടക്കുന്നത്, റിയൽ ടൈമിലല്ല നടക്കുന്നത്, ലോങ്ങർ പീരീഡിലാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് അസിൻക്രണസ് ലേണിംഗ് അല്ലെങ്കിൽ നമുക്ക് അസിൻക്രണസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതും ഇതിനോട് മാച്ച് ചെയ്ത് പറയാവുന്ന ഒരു ടേം തന്നെയാണ്. ഓക്കെ, അസിൻക്രണസ് കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ പറയുക വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇമെയിൽ, മെസ്സേജസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് അസിൻക്രണസ് കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ടേംസ് ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ടോ. ഫ്ലിപ്പ് ക്ലാസ് റൂം എന്താണ്, ഫ്ലിപ്പ് ക്ലാസ് റൂമിനെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ മറ്റൊരു വീഡിയോ ഉണ്ട്, അത് പ്ലേലിസ്റ്റിലുണ്ട്, അതൊന്ന് കാണുക കേട്ടോ. 5 മിനിറ്റ് ഒക്കെ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്, അത് കാണുക. പിന്നെ നമ്മൾ അസിൻക്രണസ് ലേണിങ്ങും സിൻക്രണസ് ലേണിംഗ്
അസിൻക്രണസ് കമ്മ്യൂണിക്കേഷൻ, സിൻക്രണസ് കമ്മ്യൂണിക്കേഷൻ, ഇത്രയും കോൺസെപ്റ്റുകൾ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത കോൺസെപ്റ്റുകൾ നമ്മളിപ്പോൾ ഈ PYQ സോൾവ് ചെയ്യുന്ന സമയത്ത് അറിയാത്ത എന്തെങ്കിലും ടേംസ് ഒക്കെ വരികയാണെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് റിവൈസ് ചെയ്യുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരും ചെയ്യും. പിന്നെ അത് നമുക്ക് എക്സാമിന് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് an instructor uses portfolio assessments in an art class. What key components should be included in the student's portfolio? അപ്പോൾ ഇതൊരു പോർട്ട്ഫോളിയോ അസസ്മെന്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, പോർട്ട്ഫോളിയോ അസസ്മെന്റ് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ നമുക്ക് പറയാം. അതാണ് ഒരു ക്ലാസ് റൂമിൽ ഒരു ആർട്ട് ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഇൻസ്ട്രക്ടർ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ കമ്പോണൻസ് ഏതൊക്കെയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് കംപ്ലീറ്റഡ് ആർട്ട് വർക്ക്സ്, ബി റിഫ്ലെക്റ്റീവ് എസ്സേസ് ഓൺ ദിയർ ക്രിയേറ്റീവ് പ്രോസസ്, സി സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് സ്കോർസ് ആൻഡ് ഡി പിയർ ഫീഡ്ബാക്ക് ആൻഡ് ക്രിട്ടിക്സ്. അപ്പോൾ ഇതാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇത് ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് പോർട്ട്ഫോളിയോ അസസ്മെന്റ് എന്ന് അറിയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് പോർട്ട്ഫോളിയോ അസസ്മെന്റ് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ ഫിനാൻസിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ മാനേജ്മെന്റ് കൊമേഴ്സ് ഒക്കെ സബ്ജക്റ്റ് ആണെന്ന് വെച്ചാൽ നിങ്ങൾ ഫിനാൻസിൽ പോർട്ട്ഫോളിയോ എന്നുള്ളൊരു ടേം കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ക്ലാസ് റൂം റിലേറ്റഡ് ആയിട്ട് പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ ഇവിടെ മീൻ ചെയ്യുന്നത് എ പോർട്ട്ഫോളിയോ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് അസസ്മെന്റ് ഈസ് എ purposeful collection of student work that reflects their learning and progress over time. It serves as a tool to document students' achievements, challenges and development in relation to learning objectives rather than being limited to test scores. അതായത് ഇവിടെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് സ്റ്റുഡൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് അവരുടെ ടെസ്റ്റ് സ്കോറിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടല്ല. പല കാര്യങ്ങളും നമ്മൾ ഇവാലുവേഷന് വേണ്ടി കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒരു സ്റ്റുഡൻറ്റിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ അച്ചീവ്മെൻറ്റ്സ്, അവരുടെ ചലഞ്ചസ്, അതുപോലെ അവരുടെ ആ ഒരു എൻ്റയർ ലേണിംഗ് പ്രോസസ്സിൽ അവരുടെ ഡെവലപ്മെൻറ്റ്, അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മളൊരു സ്റ്റുഡൻറ്റിനെ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കൈൻഡ് ഓഫ് അസസ്മെന്റ് രീതിയിൽ നമ്മൾ അസസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പോർട്ട്ഫോളിയോ അസസ്മെന്റ് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. സോ ഈ പോർട്ട്ഫോളിയോ ഇൻക്ലൂഡ്സ് എ വെറൈറ്റി ഓഫ് സ്റ്റുഡൻസ് വർക്ക് സച്ച് ആസ് അസൈൻമെന്റ്സ്, എസ്സേസ്, പ്രൊജക്ട്സ്, റിഫ്ലക്ഷൻസ് ആൻഡ് ഈവൻ വീഡിയോ റെക്കോർഡിംഗ്സ് ദാറ്റ് ഇല്ലുസ്ട്രേറ്റ് ദ ജേർണി ഓഫ് ലേണിംഗ്. ഓക്കെ, അപ്പോൾ ഇതാണ് പോർട്ട്ഫോളിയോ അസസ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് നോക്കി നോക്കാം, ഓപ്ഷൻസ് നോക്കാം. എ പറയുന്നത് കളക്ഷൻ ഓഫ് കംപ്ലീറ്റഡ് ആർട്ട് വർക്ക്സ്, അതുപോലെ ബി റിഫ്ലെക്റ്റീവ് എസ്സേസ് ഓൺ ദിയർ ക്രിയേറ്റീവ് പ്രോസസ്, ഇതെല്ലാം കൺസിഡർ ചെയ്യും അല്ലേ. സി സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് സ്കോർ കൺസിഡർ ചെയ്യുമോ? ഇല്ല, അത് നമ്മൾ അതിൽ തന്നെ പറഞ്ഞു അല്ലേ, നിയർലി ടെസ്റ്റ് സ്കോറിനെ ബേസ് ചെയ്തിട്ടല്ല, പല പല കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സി വരില്ല. ഡി എന്ന് പറയുന്നത് പിയർ ഫീഡ്ബാക്ക് ആൻഡ് ക്രിട്ടിക്. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്നത് ഏതൊക്കെയാ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ബി ആൻഡ് ഡി ആണ്. ഇവിടെ സെക്കൻഡ് ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ് പോർട്ട്ഫോളിയോ അസസ്മെന്റ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Which of the following best exemplifies the zero transfer of learning? Okay, സീറോ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് നമ്മൾ അറിയണം, എന്നാലും നമുക്ക് സീറോ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് മനസ്സിലാക്കി ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. എന്താ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്? The application of previously acquired knowledge, skills and information learned in one context to new situation or context. അതായത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതായത് മുന്നേ നമ്മൾ പഠിച്ചിട്ടുള്ള നോളജ്, അതുപോലെ നമ്മൾ അക്വയർ ചെയ്തിട്ടുള്ള നോളജ്, സ്കിൽസ്, ഇൻഫർമേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റൊരു സിറ്റുവേഷൻ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് മറ്റൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യാണ്. ഓക്കെ, അതിനെയാണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് സീറോ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ്. അങ്ങനെ നടക്കുന്നില്ല, ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് നടക്കുന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് യൂസിങ് നോളജ് ഓഫ് വൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ടു അനദർ സിമിലർ ലാംഗ്വേജ്, അവിടെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇനി ബി എന്ന് പറയുന്നത് അപ്ലൈയിങ് ടെക്നിക്സ് ഓഫ് ലേണിംഗ് ഇൻ ബാസ്കറ്റ്ബോൾ ടു ഇംപ്രൂവ് സ്കിൽസ് ഇൻ സോക്കർ, അവിടെയും യൂസ് ചെയ്യുന്നുണ്ട്. ഇനി സി എന്ന് പറയുന്നത് യൂസിങ് സ്കിൽസ് അക്വയർഡ് ഇൻ കാർപ്പൻട്രി ടു എക്സൽ ഇൻ പെയിന്റിങ്. ഓക്കെ, ഇനി ഡി എന്ന് പറയുന്നത് അപ്ലൈയിങ് എ മാത്തമാറ്റിക്കൽ പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് ടു ഫിസിക്സ് പ്രോബ്ലം, അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാ ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അവിടെ എന്ത് യൂസ് ചെയ്യുന്നില്ല, നമ്മൾ മുന്നേ അക്വയർ ചെയ്ത നോളജ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ സീറോ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്നുള്ള കാര്യമാണ് പഠിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കണേ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് എക്സാമ്പിൾസ് ഓഫ് പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. നമ്മളിപ്പോൾ പഠിച്ച കാര്യം തന്നെയാണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. നേരത്തെ നമ്മൾ സീറോ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ്, ഇവിടെ നമ്മൾ പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ
എക്സാമ്പിൾ അല്ല ചോദിക്കുന്നത്, നോട്ട് എക്സാമ്പിൾസ് ഓഫ് പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്നുള്ളത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. നോട്ട് എന്നുള്ളതൊക്കെ നന്നായി നമ്മൾ ശ്രദ്ധിക്കണേ, ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസറിനെ തെറ്റിപ്പോകും. ഓക്കെ, അപ്പോൾ ഇതിൽ ഓപ്ഷൻ എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് ലേണിംഗ് ദ പിയാനോ മേക്സ് ലേണിംഗ് ദ വയലിൻ മോർ ഡിഫിക്കൽട്ട്. ശരിയാണോ? അല്ലല്ലോ, തെറ്റാണ്. ബി എന്ന് പറയുന്നത് മാസ്റ്ററിംഗ് ഓൾജിബ്ര ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് കാൽക്കുലസ്. ഇത് കറക്റ്റ് ആണ്. നോയിങ് ഹൗ ടു ഡ്രൈവ് എ കാർ മേക്സ് ലേണിംഗ് ടു റൈഡ് എ ബൈസിക്കിൾ മോർ ഡിഫിക്കൽട്ട്. അതും തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ലേണിംഗ് ടു സ്പീക്ക് ഫ്രഞ്ച് ഇന്റർഫിയേഴ്സ് വിത്ത് ദ ലേണിംഗ് ഓഫ് സ്പാനിഷ് അല്ലേ. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഇവിടെ പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗിന് എക്സാമ്പിൾസ് അല്ലാത്തത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് എക്സാമ്പിൾസ് അല്ലാത്തത്? എയും സിയും ഡിയും അല്ലേ. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് ഓൺലി എ സി ഡി അത് പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗിന് എക്സാമ്പിൾസ് അല്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റനിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്, അതുപോലെ സീറോ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്, അതുപോലെ പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഈ കോൺസെപ്റ്റ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. എ സ്വയം കോഴ്സ് ഈസ് ക്ലാസിഫൈഡ് ഓൺ ദ എൻഗേജ്മെന്റ് ഓഫ് നമ്പർ ഓഫ് ഡാഷ് ആൻഡ് നമ്പർ ഓഫ് വീഡിയോ അവേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ബേസിലാണ് സ്വയം കോഴ്സുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? സെമസ്റ്റേഴ്സ് ആണോ, മന്ത്സ് ആണോ, വീക്സോ, ഇയേഴ്സ്? ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, വീക്സ് ആണ്. ഓക്കെ, നമ്മൾ സ്വയത്തിൻ്റെ പ്ലാറ്റ്ഫോം എടുത്ത്, സ്വയം ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് സ്വയം, സ്വയം പ്രഭ, സ്വയം പ്ലസ് എന്നൊക്കെ പറയുന്നത്. ഇതിനൊക്കെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. UGC നെറ്റ് പേപ്പർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേലിസ്റ്റ്, അതല്ലെങ്കിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ എല്ലാ ടോപ്പിക്കിനെ പറ്റിയിട്ടും സ്വയം, സ്വയം പ്ലസ്, സ്വയം പ്രഭ തുടങ്ങിയുള്ള ടോപ്പിക്കിലെല്ലാം പറ്റിയിട്ട് നമ്മൾ വീഡിയോ, ചെറിയ ചെറിയ വീഡിയോസ് ആണ്, പക്ഷേ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ആ വീഡിയോസ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും കാണുക കേട്ടോ. അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് പറയുന്നത്, കാണുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ സ്വയം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ കോഴ്സുകളെ നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്? വീക്ക്ലി ബേസിസിലാണ്, വീക്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വയത്തിൻ്റെ പ്ലാറ്റ്ഫോം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഓരോ കോഴ്സുകളും ഇപ്പോൾ 24 വീക്സിൻ്റെ പ്രോഗ്രാം ഉണ്ട്, 4 വീക്സ് ഉണ്ട്, 12 വീക്സ് ഉണ്ട്, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് സ്വയത്തിൻ്റെ പ്ലാറ്റ്ഫോം എടുത്ത് നോക്കിയാൽ മതി. ആ സൈറ്റ് ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ക്ലിയർലി മനസ്സിലാക്കാനും കണ്ട് മനസ്സിലാക്കാനും ഓർത്ത് വെക്കാനും കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, വീക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ 5 ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്തൊരു 5 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് 5 ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സോ എല്ലാവർക്കും താങ്ക് യു.